ഗൈസ് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളൊരു താർ ജീപ്പും കാര്യങ്ങളൊക്കെ വലിയൊരു മോൺസ്റ്റർ താർ ജീപ്പും കാര്യങ്ങളൊക്കെ ഒരു ഷോറൂമിന് കാര്യങ്ങളൊക്കെ സ്റ്റീൽ എഴുതി എടുത്തിട്ടുണ്ടായിരുന്നു. പഴയ വീഡിയോ കാണാത്തവർ എന്തായാലും പോയി കാണുക. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോൻ്റെ ലിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഈ വീഡിയോൻ്റെ ബാക്കിയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ പോലീസ് പിടിച്ചു ഗൈസ്. നമ്മൾ ബെണ്ണിൻ്റെ അവിടേക്ക് എന്തോ ആവശ്യത്തിന് പോയിട്ട് വരുമ്പോഴാണ് പോലീസ് പിടിച്ചു ഗൈസ്. നമ്മുടെ താർ ജീപ്പിനെ പിടിച്ചിട്ട് ഈ വണ്ടിക്ക് കൂടുതൽ മോഡിഫൈ ആണ്, അത് തന്നെ ഇനി റോട്ടിലേക്ക് ഇറക്കാൻ പറ്റില്ല. ഇനി താൻ വന്നിട്ട് ഫൈൻ അടിച്ചാലും നീ എടുക്കാൻ പറ്റില്ല, വണ്ടി ഇനി തിരിച്ച് കിട്ടില്ല പറഞ്ഞ ഡേയ്സ്. ഓക്കെ, അപ്പോൾ വണ്ടി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നത്, നമുക്ക് എന്തായാലും ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ എന്തായാലും എടുക്കണം. അപ്പോൾ എന്താ നടന്നതെന്ന് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞു തരാം ഗൈസ്. ഓക്കെ, നമ്മൾ ബെണ്ണിനെ അവിടെ പോയിട്ട് എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു ഗൈസ്, അതിന് പോയിട്ട് വന്നാണ്. ഓക്കെ, അവൻ ബാങ്കും കാര്യങ്ങളൊക്കെ സ്റ്റീൽ ചെയ്യുക പറഞ്ഞ ഒരു ഐഡിയയിലായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇടാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് അപ്പോഴാണ് പോലീസും കാര്യങ്ങളൊക്കെ നിൽക്കണം ചെക്കിങ്ങിന്. അവർ നിർത്താൻ പറഞ്ഞു. നിർത്താണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നും കൂടി സീനാവും. ഓക്കെ, അപ്പോൾ നിർത്തിയപ്പോൾ പോലീസിൽ പോയി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനത്തെ വണ്ടി സിറ്റിയിൽ ആരെയും ഓട്ടിന് കണ്ടിട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ ഇല്ല പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനുള്ള എല്ലാ ടാക്സും ഒക്കെ കൊട്ടിയിട്ടാണ് ഞാൻ ഈ റോട്ടിലേക്ക് ഇറക്കിയിരിക്കുന്നത് ഈ വണ്ടി, ഇല്ലാണ്ട് ഇല്ലീഗലായിട്ട് ഒരു പരിപാടി ഞാൻ ഇതിൽ ചെയ്തിട്ടില്ല പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഇല്ല, ഈ വണ്ടി ഓവർ മോഡിഫൈഡ് ആണ്, ഇങ്ങനത്തെ വണ്ടിക്ക് കൂടുതൽ പൊല്യൂഷനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മൊത്തം സീനായി ഗൈസ്. ഓക്കെ, അങ്ങനെ കുറേ നേരത്തിന് ശേഷം പറഞ്ഞു അവർ ഈ വണ്ടി എടുത്തിട്ട് തൊട്ട് പോലീസ് സ്റ്റേഷൻ ജീപ്പ് നമ്മുടെ വണ്ടി എടുത്ത് ഉള്ളിൽ കയറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഈ താർ ജീപ്പ് വിട പറയുന്നു ഗൈസ്. അത്രേ ഉള്ളൂ, ഇതാണ് നടന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ താർ ജീപ്പിനെ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവെക്കണം. അതാണ് നമുക്ക് ഏറ്റവും വലിയ പണി പറ്റിയത്. കറക്റ്റ് വന്നപ്പോൾ ഞാൻ ഈ വണ്ടി വെറുതെ വീട്ടിലിരിക്കുന്നത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറക്കിയതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു സംഭവം നടക്കുന്ന നമ്മൾ വിചാരിച്ചില്ലല്ലോ. അപ്പോൾ ഗൈസ് ഇനി എന്തായാലും വണ്ടിയൊക്കെ ഷോറൂമിൽ ഗൈസ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് നിർത്തി. അപ്പോൾ ഇനി വണ്ടി തിരിച്ചെടുക്കണം എന്നാണ് എൻ്റെ ഒരു പ്ലാന്. അപ്പോൾ നേരെ തന്നെ നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കത്തിച്ചു ഗൈസ്. അപ്പോൾ ഇതാണ് നടന്നത്, നിങ്ങൾക്ക് ഡീറ്റെയിൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി നേരെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിച്ചു നോക്കാം എനിക്ക് ഫൈൻ കെട്ടിയിട്ട് ഈ വണ്ടി തരാൻ പറ്റുമോ. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് ഗൈസ് മഹീന്ദ്രൻ്റെ ഈ മോൺസ്റ്റർ താർ ജീപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. ഇവർ അതിനുള്ള ഒരു ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്തായാലും മൊത്തം പൊളിക്കേണ്ട ഗൈസ്. വേറെ പണിയൊന്നുമില്ല. RPG ഒക്കെ നല്ല ബുള്ളറ്റ് ലോഡായി കിടക്കണം, ഒന്നും നോക്കില്ല. നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും ചോദിച്ചപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ഈ വണ്ടി കിട്ടണ പ്രശ്നമില്ല, ഇപ്പോൾ തൽക്കാലം പോകാൻ പറയുന്നത് ഗൈസ്. നീ ആരെന്നെ പറഞ്ഞാലും ഇനി ഈ വണ്ടി കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്നും നോക്കണില്ല, നമ്മുടെ RPG എടുത്തിട്ടുണ്ട്, അട്ടിച്ച് പൊളിക്കാതാ ഗ്യാങ്ങോടെ വന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെയാണെങ്കിൽ ബ്ലഡ് വേറെ പോയിക്കൊണ്ടിരിക്കുക, നല്ല രീതിയിൽ ബ്ലഡൊക്കെ പോകുന്നുണ്ട്. നമ്മളെന്തായാലും വിഷയമാക്കുന്നില്ല, നമുക്കെന്തായാലും ഷൂട്ട് ചെയ്തിട്ട് ഉമ്മാരെ കൊല്ലിട്ടായി വണ്ടി എടുത്തിട്ട് പോകണം, അത്രയും നമ്മുടെ ഒരു ആഗ്രഹമുള്ളൂ. കാരണം നമ്മൾ കഷ്ടപ്പെട്ട ഒരു ഷോറൂമിൽ നിന്ന് എടുത്ത വണ്ടിയാണ് ഈ വണ്ടി. എപ്പോൾ എടുത്ത് അപ്പത്തൊട്ട് നമുക്ക് പണിയാണ് ഗൈസ്. പക്ഷേ ഈ വണ്ടി ഓട്ടിക്കുമ്പോഴൊരു സുഖം വേറെ വേണ്ട, അത് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ ഫ്രാങ്കിൾ മച്ചമ്പി ഇടിച്ച് എല്ലാത്തിനും ബുള്ളറ്റോട് ആറാട്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ കയ്യിലാണെങ്കിൽ ബ്ലഡില്ല, അത് തന്നെ പെട്ടെന്ന് ഹെൽത്തിൻ്റെ ചീറ്റ് കോഡ് അടിക്കുക 19129. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി എടുത്തിട്ട് പോകും ഗൈസ്. ബൈക്ക് ഇവിടെ ഇരുന്നോട്ടെ, അത് സീനല്ല. നമുക്കെന്തായാലും നേരെ നമ്മുടെ ഈ ജീപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കത്തിച്ച് വിടാം. നമ്മുടെ ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ പോലീസ് വണ്ടി വന്നായി, ഏതോ സ്റ്റേഷനിൽ ഏതൊക്കെയോ പോലീസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും സിറ്റി മൊത്തം അറിഞ്ഞിട്ടുണ്ടാവും. നമുക്കെന്തായാലും പെട്ടെന്ന് തന്നെ ഹൈഡായിട്ട് വണ്ടിയിൽ ഒന്ന് സേഫാക്കി വെക്കണം. അപ്പോൾ സേഫാക്കി വെക്കട്ടെ ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. എന്തായാലും ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് ലൈക്ക് സബ്സ്ക്രൈബ്.